നമ്മൾ സംസാരിക്കുന്ന കാന്താര 1 കുറിച്ചാണ്. ഇന്നലെ എന്തായാലും ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ലായിരുന്നു. ഡേ 2 ആണ് കിട്ടിയത്. സംഭവം കിട്ടിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒരു സംശയമില്ല പറയാം. കാരണം ഒരു അന്യഭാഷാ സിനിമയ്ക്ക് ഇതിനും മാത്രം റെസ്പോൺസ് കിട്ടുന്നത് എനിക്കൊന്ന് ബാഹുബലി കഴിഞ്ഞ KGF കഴിഞ്ഞ കാന്താരയാണ്. വേറൊന്നിനും ഇത്രയും റെസ്പോൺസ് കിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കിട്ടില്ല. ഡയറക്ഷനും ഒന്നില്ലേ, ഒരാൾക്ക് ഡയറക്ടർ ആകാൻ പറ്റും നല്ലൊരു, അല്ലെങ്കിൽ നല്ലൊരു നടനാകാൻ പറ്റും. ഈ രണ്ടും ആയിട്ടുള്ള ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഋഷഭ് ഷെട്ടി എന്നുള്ള നടൻ കാഴ്ചവെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഭാഗത്ത് പോലും ഒരു ലൂസൻസും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട്, അല്ലെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ ഫുൾ ടൈം ആയിട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കാന്താര 2 ആണ്. കാന്താര 2-നകത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറിയുടെ ഒരു അപാകതയുണ്ട്. ആ ഒരു സ്റ്റോറിയുടെ അപാകത കൊണ്ട് ഇടയ്ക്കൊരു മിഡിൽ പോർഷനിലൊക്കെ സിനിമ എങ്ങോട്ടൊക്കെയോ ഒരു കാര്യമില്ലാതെ സഞ്ചരിക്കുന്ന പോലെ തോന്നി. അതെനിക്ക് മാത്രം തോന്നിയാണോ ഇനി എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. കുറച്ച് ഒരു ഒരു ലെവലില്ലാതെ, ഒരു ഇതിവൃത്തമില്ലാതെ കുറച്ച് സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങുന്ന പോലെ തോന്നി. കുറച്ച് പ്രേമത്തിന്റെ സീൻസും അങ്ങനെയൊക്കെ, അതും കുഴപ്പമില്ല, വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ കാന്താര 2 ആണെങ്കിൽ, അല്ലെങ്കിൽ 2022 ഇറങ്ങിയതായിരുന്നെങ്കിൽ കറക്റ്റ് പ്രിസൈസ് ചെയ്ത കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഇഞ്ച് പോലും ലാഗ് ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ഉള്ള സ്റ്റോറി ആയിട്ടാണ് പോയത്. ആ ഒരു സ്റ്റോറി ഫൗണ്ടേഷൻ എന്തായാലും കാന്താര 2-നകത്തില്ല. ആ ഒരു പ്രശ്നം എനിക്ക് വളരെ ഫീൽ ചെയ്തു. പിന്നീട് പറയാനാണെങ്കിൽ കാസ്റ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ജയറാമേട്ടൻ സാധാരണ പുള്ളി അന്യഭാഷ സിനിമയിലൊക്കെ പോയിട്ട് കോമാളി ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജാവായിട്ട് വന്നിട്ട് എന്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. ഒരു വേറെ ലെവൽ സംഭവം. ഒരു രക്ഷയില്ലാത്ത അഭിനയം കിട്ടില്ല. കാരണം രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എണ്ണീറ്റ് പോകുന്ന രീതിയിലൊരു രാജാവായിട്ടാണ് പുള്ളി കാന്താര 1-നകത്ത് വന്നിരിക്കുന്നത്. 2 ആണല്ലോ ആദ്യം ഇറങ്ങിയത്. കാന്താര 1-നകത്ത് വന്നിരിക്കുന്നത്. പിന്നെ മറ്റേ രാജകുമാരിയായിട്ട് വന്ന പുള്ളിക്കാരിയും തെലുങ്കിലൊരു കിടിലൻ ആക്ട്രസ് ആണ്. പുള്ളിക്കാരുടെ പേര് ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കാരണം നമുക്ക് വലുതായിട്ട് ഇവരെയൊന്നും വലിയ പിടുത്തമില്ല. സോ പുള്ളിക്കാരിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമിന്റെ മോനായിട്ട് യുവരാജാവായിട്ട് വന്ന ആ പുള്ളിയും ആദ്യമേ കുറച്ച് കോമാളിയായെങ്കിലും പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വില്ലൻ ട്രാൻസ്ഫോർമേഷൻ ആണ് പുള്ളി ചെയ്യുന്നത്. എന്നാൽ ഒരു സൈക്കിക് ആയിട്ടുള്ള വില്ലൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വളരെ സൂപ്പർ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പറയാനുള്ള കാര്യം വെച്ചാൽ ഗ്രാഫിക്സ് ആണ്. പുലി വരുന്ന കുറെ സീൻസുകളുണ്ട്. പുലി വരുന്ന സീൻസിനകത്തൊക്കെ ഒറിജിനൽ പുലിയും ഇവർ ചെയ്തു വെച്ച ഗ്രാഫിക്സ് പുലിയും കൂടെ വെച്ച് നോക്കിയാൽ നമ്മൾ ഒറിജിനൽ ഗ്രാഫിക്സ് ചെയ്ത പുലി ഒറിജിനലാണെന്ന് പറഞ്ഞു പോകും. അത്രയ്ക്ക് ഒറിജിനാലിറ്റി. ആ പുലി നടക്കുന്നതിലും ചാടുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ നമുക്ക് 10-ൽ 10 കൊടുക്കാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവസാനം എൻഡിങ്ങിന്റെ ഭാഗത്ത് ഒരു നമ്മൾ സസ്പെൻസ്